പൊന്നു മോനെ, സ്വർണത്തിന് 1,00,000 കഴിഞ്ഞ്. 1,00,000 കഴിഞ്ഞ്. ഇജ്ജ് കേൾക്കണ്ട, ചരിത്രത്തിൽ ആദ്യമായിട്ട് 1,00,000 കഴിഞ്ഞ് സ്വർണത്തിന്. എന്താ ഞാൻ പറയട്ടെ, ഞാൻ 23 വയസ്സായ യുവാവാണ്. ഓക്കെ, ഇങ്ങനെ അതായത് നമ്മളെ പോലുള്ള യുവാക്കൾ ചിലപ്പോൾ ലോണൊക്കെ എടുത്തുകൊണ്ടേ കല്യാണം കഴിക്കുക. ഓക്കെ, ലോൺ എടുത്തുകൊണ്ട് കല്യാണം കഴിക്കുക. അപ്പൊ ഈ മെഹർ പറഞ്ഞ സാധനം കൊടുക്കണ്ടേ? ഈ മെഹർ പറഞ്ഞ സാധനം ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഒരു അത്യാവശ്യം കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ആകപ്പാട് ആ പെണ്ണിന് ആ വീട്ടിൽ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ വരുമ്പോൾ ചിലപ്പോ എന്താലേ ഒന്നും ഇല്ലല്ലേ അങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങാണ്ട് ഒച്ചപ്പാടും ബഹളക്കാരം. അപ്പോ ഞാൻ പറയണത്, ഈ മെഹർ എന്നുള്ള സാധനം എല്ലാവരും എന്ത് ചെയ്യുക, മിനിമലാക്കുക. ഓക്കെ, അതായത് ഒരു 2 പവനോ 3 പവനോ 5 പവന്റെ ചോടാക്കുക. എന്താ അത്, ബാക്കിയുള്ള കല്യാണം കഴിക്കൊന്നും വേണ്ടേ? ഇനിയിപ്പോ മെഹറിന്റെ പോട്ടെ, ഈ പെണ്ണിന്റെ വാപ്പ എന്തായാലും പെണ്ണിന് എന്തെങ്കിലും സ്വർണം കല്യാണത്തിന് കൊടുക്കൂല. ആ വാപ്പാന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. നമ്മള് ചെക്കന്മാർക്ക് ചിലപ്പോൾ 5 പവനൊക്കെ ഉണ്ടാക്കിയാൽ മതിയാവും, പക്ഷെ ആ വാപ്പാന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് കല്യാണത്തിന്റെ പെണ്ണുങ്ങൾ, ഐ മീൻ പുതിയണ്ണിനോട് പറയാനുള്ളത്, നിങ്ങൾ കുറെ ഒന്നും ആഗ്രഹിക്കല്ലേ. ഓക്കെ, ഈ പറഞ്ഞ പാവൻ ചെക്കന്മാർ ചിലപ്പോൾ ലോൺ എടുത്തിട്ടോ കടം വാങ്ങിയിട്ടൊക്കെ കല്യാണം കഴിക്കുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ പറഞ്ഞൊരു മെഹറായിട്ട് നമ്മൾ ഓൾറെഡി ഇത് കൂടാതെ നിങ്ങൾക്ക് ഫോണും തരണം, ഐഫോണും തരണം. അതില്ലാത്തപ്പോ ആർക്കും ഇത് വെക്കൂല. അപ്പോ ഈ പറഞ്ഞൊരു ഐഫോണ് പിന്നെ ഈ പറഞ്ഞ അങ്ങനത്തെ സാധനങ്ങൾക്ക് നിങ്ങൾ മെഹറായിട്ട് കാണുക. ഓക്കെ, നിങ്ങൾ ആവശ്യപ്പെടും ഒരു പെണ്ണിന്റെ പെണ്ണെന്താണോ ആവശ്യപ്പെടുന്നത് അതാണ് മെഹർ എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പറഞ്ഞ പോലെ പെണ്ണ് എന്തെങ്കിലും മിനിമൽ സാധനം ആവശ്യപ്പെടുക, അതായത് ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ മേക്കപ്പ് സെറ്റോ അല്ലെങ്കിൽ ഡ്രസ്സോ ഫോണോ, അതൊക്കെ മെഹറിൽ നിങ്ങൾ കൂട്ടുക. ഇനി പേരിന് വേണമെങ്കിൽ ഒരു 1-2 പവനൊക്കെ ഓക്കെ. ഇനി എനിക്ക് പറയാനുള്ളത്, ഈ പറഞ്ഞ കുടുംബത്തിലുള്ള അമ്മായിമാരും മൂത്തമ്മമാരും ഓരോടൊക്കെയാണ്. ഓക്കെ, ഇവര് ഈ പറഞ്ഞ ഈ പെണ്ണ് ചിലപ്പോൾ 1 പവനോ 2 പവനൊക്കെ ആയിട്ടേക്കാരും വരിക. അപ്പൊ ഇങ്ങനെ പിടിച്ചു വെക്കാണ്ട് തീരെ കാണാൻ ഒന്നും ഇല്ലല്ലേ, കുറവല്ലേ, സ്വർണ്ണം ഇല്ലല്ലേ എന്ന് ഇങ്ങനെ കണക്കണ പറയണ്ട. കാരണം നിങ്ങളെ മക്കളെ കെട്ടിച്ച കാലഘട്ടമല്ലത്. അന്ന് നിങ്ങളെ മക്കളെ കെട്ടിച്ചപ്പോ 20,000 റുപ്യൊക്കെ 25,000 റുപ്യൊക്കെ ഒരു പാവം കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ 1,00,000 1,00,000 കഴിഞ്ഞ്. അപ്പൊ നിങ്ങൾ പറയും അന്നത്തെ അതേ പൈസ തന്നെയാണ്, ആ വാല്യൂ ഉണ്ടാവും ഇന്നത്തെ. പക്ഷെ എന്നാൽ പോലും ആലോചിച്ചോക്കടാ, നമുക്ക് എന്ത് കാട്ടടാ, എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. ഞാൻ എന്നും പറഞ്ഞത് ദുആ ചെയ്യാ, പിന്നെ എന്നെ ഒന്ന് ഫോളോ ചെയ്യുക, അത്ര തന്നെ.